അത് തന്നെ കലു പറഞ്ഞ പോലെ തന്നെ ഹലോ ഗായ്സ്, വെൽക്കം ടു ടേൽസ് ഓഫ് കലൂസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഇടം വരെ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങോട്ടാന്ന് വെച്ചാൽ ഒന്ന് മുത്തപ്പനെ കണ്ടുവരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറേ ആയിട്ടോ ഒന്ന് മുത്തപ്പൻകാവിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നു. അതിനൊരു ടൈം അവിടെ സെറ്റ് ആയിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് പെട്ടെന്നൊന്ന് നമുക്ക് പോയാലോ നാളെ എന്നുള്ളൊരു തോട്ട് വന്നത്. അപ്പോൾ പിന്നെ ഒട്ടും വരിച്ചില്ല, നേരെ പെട്ടിയും കിടക്കിയിട്ട് വിടാമെന്ന് വിചാരിച്ചു. കല്ലൂസിന് മുത്തപ്പൻ്റെ അടുത്ത് പോകുകയെന്ന് വെച്ചാൽ ഞങ്ങളെക്കാൾ വലിയ ഉഷാർ കേട്ടോ. ഈ ഒരു 2 വയസ്സിൻ്റെ ഉള്ളിൽ അവൾ കുറഞ്ഞത് 5 തവണയെങ്കിലും പോയിട്ടുണ്ട് മുത്തപ്പൻ്റെ അടുത്ത്. അങ്ങനെ ഞങ്ങൾ യാത്ര ഈ ഒരു ഐറ്റം കണ്ടോ, നല്ല രസമല്ലേ, നല്ല ക്യൂട്ടായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കല്ലൂസിനും അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ട്. അവൾ കണ്ടോ അതുമായിട്ട് കുറേ നേരം കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ. കുറേ അതിൻ്റെ വയറ് നോക്കിയിട്ടും തല നോക്കിയിട്ടും കുറേ ആ പോസ് എടുത്ത് നോക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ പിന്നെയും യാത്ര എഴുതുന്നു. പിന്നെ കണ്ണൂർ റോഡിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞങ്ങൾക്ക് ബ്ലോക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റ് പോകുന്ന വഴി കൂടെ ഞങ്ങൾ അങ്ങ് കയറി പിടിച്ചു. കുറേ ബ്ലോക്ക് അങ്ങ് ആ വഴിക്ക് ഒഴിഞ്ഞു കിട്ടി. അത് മാത്രമല്ല ഒരു ആക്സിഡൻറ്റ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഫൈനലി ഞങ്ങൾ നമ്മുടെ മാഹിയിലെത്തിയപ്പോൾ ഇന്ധനം മെയിൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ധനം അടിക്കാനാണ് കയറി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ യാത്ര ചെയ്യിച്ചു. നോക്കിയേ എന്തൊക്കെയാ സൈഡിലൂടെ കിടക്കുന്നത്, അതൊക്കെ ഇങ്ങനെ കണ്ടാസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ പോയി. പിന്നെ ഇത് നമ്മുടെ മാഹി പള്ളി. ഇത് കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ, ആരാധനാലയങ്ങൾക്ക് എത്ര ഗ്യാപ്പ് വിട്ടിട്ട് ചിലത് പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാലോ. ഇവിടെ എന്താ അത് നടക്കാത്തതെന്ന് ഞാനും ആലോചിക്കാം. എന്തില്ല അവിടെ നമ്മളത് ബോധം ചെയ്യണ്ടല്ലോ. നല്ല ദിവസം വമ്പം കളിയാണ് കേട്ടോ. അവിടെ ഭയങ്കര ഇൻട്രസ്റ്റിലാണ് പോകാൻ. അതിനിടയിൽ ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഒക്കെ കഴിക്കാൻ ഒരു ചെറിയ തട്ടുകട കയറിയിട്ടോ. അത്യാവശ്യം നല്ല മഴ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഫൈനലി നമ്മളിതാ മുത്തപ്പൻ്റെ അടുത്തെത്തി. ശരിക്കും മുത്തപ്പൻകാവ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലിങ്സാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അവിടെ ഭയങ്കര വിശ്വാസമാണ്. അതുപോലുള്ളൊരിടാണ് ഞങ്ങൾക്ക് മുത്തപ്പൻകാവ് എന്ന് പറയുന്നത്. ദെൻ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് റൂം എടുക്കാൻ പോയി. കലൂസിൻ്റെ പുതിയ ബാഗാട്ടോ അത്. പുതിയ ബാഗാണ്. കല്ലിൻ്റെ പുതിയ ബാഗാണ്. അപ്പോൾ അവൾക്ക് അത് തന്നെ വേണമെന്ന് നിർബന്ധം. അങ്ങനെ അതും ഇട്ടുകൊണ്ട് അവൾ ഇറങ്ങി ഞങ്ങളുടെ കൂടെ. അങ്ങനെ റൂമൊക്കെ എടുത്ത് ഞങ്ങൾ സെറ്റ് ആയതിനു ശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് പോയി. ഞങ്ങൾ എത്തിയത് ഏകദേശം ഒരു 8 മണി ആവാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 8 മണി വരെയാണല്ലോ നമുക്ക് പ്രസാദം. സോ നേരെ അങ്ങ് അതിനെ ഞങ്ങൾ നടന്നു. മുത്തപ്പൻ്റെ അടുത്ത് നിന്നിട്ട് പ്രസാദം കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ. അത് മാത്രമല്ല കഴിക്കാതിരുന്നാൽ നമുക്ക് ഒരു ഇടങ്ങാറാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഞങ്ങൾ അതിനെ പോയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ മുത്തപ്പൻ്റെ അടുത്തേക്ക് പോയി. അപ്പോഴാണെങ്കിൽ അവിടെ അനുഗ്രഹം കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്ന്. വീഡിയോഗ്രാഫി പ്രോഹിബിറ്റഡ് ഏരിയ ആണത്. അതൊന്നും പെട്ടെന്ന് കല്ലിൻ്റെ കളി കണ്ടപ്പോൾ ഓർത്തില്ല. അവർക്ക് അവിടെ നിന്ന് ഒരു നായ്ക്കുട്ടിയെയും ഒരു ചേച്ചിക്കുട്ടിയെയും കിട്ടി. പിന്നെ അവരുടെ കൂടെ കളിച്ചുകൊണ്ട് ഇറക്കലായി. രാത്രിത്തെ ഫുഡ് ഞങ്ങൾ അവിടെ തന്നെ കഴിച്ചു. അത് കഴിഞ്ഞ് അവിടുത്തെ രാത്രിത്തെ പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും റൂമിലേക്ക് പോന്നു. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ആയിരുന്നു കിടക്കാറും ഒക്കെ. പക്ഷേ ഇപ്പോൾ റൂം എടുക്കാൻ തുടങ്ങി. ഒന്നും പറയാനില്ല, നല്ല മഴ തന്നെയായിരുന്നു. മഴയത്ത് മുത്തപ്പൻ്റെ അടുത്ത് പോകാനും ഒരു രസമല്ലേ. കല്ലൂസിന് പിന്നെ മഴയും തണുപ്പൊന്നും പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അവളെ പറ്റി വലിയ ബോധം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നടയൊക്കെ അടച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ അങ്ങനെ ചുറ്റിത്തിരിഞ്ഞു. രാവിലെ ഏതായാലും തൊഴുത് കഴിഞ്ഞ് പോരാനുള്ളതാണല്ലോ. അപ്പോൾ പിന്നെ ഇന്ന് തന്നെ അവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞേക്കാന്ന് ചോദിച്ചു. പിറ്റേന്ന് രാവിലെ റൂമിൽ നിന്നൊക്കെ രാവിലെ അവളെ വിളിച്ച് എഴുന്നേൽപ്പിക്കാന്ന് വെച്ചാൽ ഏറ്റവും വലിയ ടാസ്ക്കാണത്. റൂം ഒരു യുദ്ധക്കളാവുന്ന ടൈമാണത്. ബട്ട് ഇന്നെന്താണെന്നറിയില്ല, നല്ല ഡീസൻറ്റ് കുട്ടിയായി നേരത്തെ കാലത്തെ അവളെ എണീച്ചു. ഒരു 4 മണി 4:30 ആയി കാണും അവളെ എണീറ്റ് എന്ന്. അത്ര നേരത്തെ അവൾ തനിയെ എണീക്കണമെങ്കിൽ അതൊരു മഹാസംഭവം തന്നെയാണ്. അത് കഴിഞ്ഞ് ബ്രഷ് ചെയ്യാനും എല്ലാത്തിനും യുദ്ധം തന്നെ ഉണ്ടാവേണ്ടത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് എന്തോ നല്ല കുട്ടിയായിരുന്നു കലൂസ്. പട്ടുപാവടയൊക്കെ ആയിട്ട് സുന്ദരി കുട്ടിയായിട്ട് അവൾ എന്നെ റെഡിയായി. കലൂസ് അംഗനവാടി പോകാൻ പോവാണ്. സോ അതിനു മുൻപേ ഒന്ന് ഞങ്ങൾ മുത്തപ്പനെ കണ്ടേക്കാന്ന് വിചാരിച്ചു. മുത്തപ്പൻ്റെ മോളാണ് അവൾ. ഒരു വിദ്യ ആരംഭിക്കുമ്പോൾ മുത്തപ്പനോട് പറഞ്ഞിട്ടാവാന്ന് വെച്ചു. അവൾ തന്നെയാണ് മുത്തപ്പനോട് അത് പറഞ്ഞത്. കേൾക്കാനായിട്ട് 2-3 തവണയാണ് പറഞ്ഞത്, കല്ലു അംഗനവാടി പോവുകയാണെന്ന്. മുത്തപ്പൻ അതിന് മറുപടിയും കൊടുത്തു. അതൊക്കെ കേൾക്കുമ്പോൾ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ മുത്തപ്പൻ്റെ അവിടെ. അങ്ങനെ തൊഴുതിറങ്ങി പ്രസാദമൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിറങ്ങി. അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് പെർളശ്ശേരി കയറണമെന്ന് വെച്ചു. കല്ലൂസാണെങ്കിൽ വരുന്ന വഴിക്ക് ഛർദിയും കലമ്പാക്കലായിരുന്നു. അതുവരെ ഡീസൻ്റ് ആയിരുന്ന കുട്ടി ആ ഒരു ഛർദിയോട് കൂടി ഒരു ഉറക്കം അങ്ങോട്ട് ഉറങ്ങി. പിന്നെ അവൾ നേലെയും വീളയും ഈ അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അമ്പലത്തിൽ കയറിയിട്ടുമില്ല. അമ്മ മാത്രം കയറി തൊഴുതിറങ്ങി. ഇത് അവളുടെ ബാഗ് വേണമോ എന്ന് പറഞ്ഞിട്ട് വാശിയോട് വാശി. അവസാനം ആ ബാഗ് കൊടുത്തതിന് ശേഷമാണ് അവളുടെ വാശി അടങ്ങിയത്. ആ വാശി കാരണം ഞങ്ങൾക്കൊട്ട് തൊഴാനും കഴിഞ്ഞില്ല. അങ്ങനെ ആ വാശിയോട് കൂടി ഞങ്ങളുടെ മുത്തപ്പൻകാവ് പോക്കും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ, ബൈ ബൈ. ബൈ ബൈ.